ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിപ്പിക്കൂണ് വെച്ചാണ് ഒരു റെസിപ്പി തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ വളർത്തിയെടുത്തതാണ്. ഒരുപാട് പരിമിതികളോടുകൂടി നമ്മൾ ഇത് വളർത്തിയെടുത്തതാണ്. ഇത് നമുക്ക് ആദ്യം ഒന്ന് പറിച്ചെടുക്കാവേ. നന്നായിട്ട് വളർന്ന്, ഇത്രയും വളരേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മൾ സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് നമുക്ക് പറിക്കാൻ പറ്റാതെ വന്നത്. ഇതിൻ്റെ ബാക്ക് ഭാഗം കണ്ടോ, ലെയർ പോലെ നല്ല ഭംഗിയാണ്. നമുക്ക് ഒരു ഏകദേശം 9 ഗ്രാമോളം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ച് ഒരു റോസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ. ഇത് ആദ്യമായിട്ട് ഞാൻ ഈ കൂണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പ്രാണികളൊക്കെ ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമുള്ളതുകൊണ്ട് അതൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ കഴുകിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ബാക്ക് ഭാഗം കണ്ടോ, നല്ല രസമാണ് കാണാൻ. ഇത് ഒത്തിരി അങ്ങ് വിടർന്നു, ഇത്രയും വിടരേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ ആ ഞെട്ടിൻ്റെ അവിടെ നമ്മുടെ മീഡിയത്തിൻ്റെ എന്തെങ്കിലും അംശം കാണും. അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ നമുക്കിതിൻ്റെ മുഴുവൻ ഭാഗം എടുക്കാവുന്നതാണ്. ഇപ്പോൾ വൈക്കോലൊക്കെ വെച്ചാണ് തയ്യാറാക്കിയെങ്കിൽ വൈക്കോലിൻ്റെ ചെറിയ പാർട്ടൊക്കെ അതിനകത്ത് കാണാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഭാഗം ഇച്ചിരി കളയണം. ബാക്കി എല്ലാ ഭാഗവും നമുക്ക് എടുക്കാവുന്നതാണ്. ചെറിയ ചെറിയ പീസസ് ആക്കി നമുക്ക് ഇത് മുറിച്ചെടുക്കാവേ. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കാവേ. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാവേ. ഇപ്പോൾ ഇത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്യാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 സവോള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാവേ. ഇനി നമുക്കൊരു 4-5 വെളുത്തുള്ളി കട്ട് ചെയ്തതും അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്തതും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. സവോളയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാവേ. ഒരു വലിയ തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ നന്നായിട്ട് സവോളയും ആ തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴഞ്ഞു വരുവേ. ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടി ഇതേ സവോളയൊക്കെ ഒരു സൈഡിലോട്ട് നീക്കിയിട്ട് നമുക്കിത് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത് ഗരം മസാലപ്പൊടിയുമാണ് ചേർത്തേക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാവേ. പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കൂണ് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. നമ്മുടെ മസാലയൊക്കെ കൂണിൽ നന്നായിട്ട് പിടിക്കണം. നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെക്കാവേ. കൂണിൽ നിന്നൊക്കെ വെള്ളമയമൊക്കെ ഇറങ്ങും. ഇപ്പോൾ വെള്ളമയം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടി ഇതൊന്ന് മിക്സ് ചെയ്തിട്ടിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മുടെ കൂന്തലും ഇറച്ചിയൊക്കെ വരട്ടിയ പോലെ നല്ലൊരു ഫ്ലേവറാണ് ഈ കൂണിനുള്ളത്. ഇത് നമ്മുടെ അങ്ങനെ ചിപ്പിക്കൂൺ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നന്നായിട്ടത് കുക്കായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ കൂന്തലും അതുപോലെ തന്നെ ചിക്കനൊക്കെ അതിൻ്റെ ഒരു ടേസ്റ്റാണ്. അത് കൂന്തലൊക്കെ റോസ്റ്റ് ചെയ്ത പോലത്തെ ഒരു ഫീലിങ്സാണ്. നല്ല ഫ്ലേവറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയും ഇപ്പം വെള്ളയപ്പം അല്ലെങ്കിൽ ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയതാണ്. ഇപ്പോൾ കൂണ് ൻ്റെ ഗുണങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നമ്മൾ ദിവസം ഒരു 5 ഗ്രാമെങ്കിലും കൂൺ കഴിക്കണമെന്നാണ്. അതിനകത്ത് ഒത്തിരി മിനറൽസും പ്രോട്ടീൻസും ഒക്കെ ഉണ്ട്. ഷുഗറുകാർക്കൊക്കെ ഒത്തിരി നല്ല വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നമുക്കൊരു പുതിയ റെസിപ്പിയുമായി കാണാം. ബൈ.